എന്താണ് ഈ ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം? അതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടെ നമുക്ക് അറിയണ്ടേ? ശരിക്കും ഹൈപ്പോതൈറോയിഡ് ആവുന്ന ഒരാളിൽ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ എനർജി ഡെവലപ്മെന്റിനുള്ള അല്ലെങ്കിൽ എനർജിയുടെ ഒരു ATM കാർഡാണ് T3 എന്ന് പറഞ്ഞു. ഈ എനർജി ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുക, ശാരീരികമായി നമുക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക. ശാരീരികമായി ക്ഷീണം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വണ്ണം കൂടുന്നതായി, വെയിറ്റും വണ്ണവും അതായത് വഴക്കും കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ശരീരത്തിനകത്ത് ഫാറ്റ് അടിയുന്ന അവസ്ഥ കൂടുതലായിട്ടുണ്ടാകും. അത് എല്ലാ അവയവങ്ങളെയും ഇത് ബാധിച്ചുകൂടായികയില്ല. നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് ബാധിക്കാവുന്ന ഒന്നാണ്. ശരീരത്തിൽ നീർക്കെട്ട് വരിക, ശരീരവേദനകൾ ഉണ്ടാകുക, സന്ധികളിൽ നീരുണ്ടാവുക, അതുപോലെ തന്നെ കാലിലും കൈകളിലുമൊക്കെ നീരുണ്ടാവുക. ചില സമയങ്ങളിൽ നമുക്ക് കൈയൊക്കെ മടക്കുന്നതിനും ഓർക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. രാവിലെ ഒന്ന് സ്വല്പം മെലിഞ്ഞിരിക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രസ്സ് അഴിക്കണമെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. ഇത്തരം ഒരു ഫങ്ഷണൽ ഒബിസിറ്റിയൊക്കെ പലപ്പോഴും തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട്, ഹൈപ്പോതൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട്. സ്കിന്നിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ വളരെ വലുതാണ്. സ്കിൻ ഭയങ്കര ഡ്രൈ ആവും, പലപ്പോഴും രോമങ്ങളൊക്കെ പോകുന്നതായിട്ട് കാണാൻ കഴിയും. നഖങ്ങളിലും ഇതേപോലെ ഒരു ഡ്രൈനെസ് ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ചൊറിച്ചിൽ, സ്കിന്നിലുണ്ടാകുന്ന ഈ ഇച്ചിങ് പോലെയുള്ള അവസ്ഥകൾ ഉണ്ടായിക്കൂടായികയില്ല. മുടിയുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ തൈറോയിഡ് ബാധിക്കുന്നത്. മുടി കൊഴിച്ചിലാണ് പലരിലും ഭയങ്കര വിഷയമായി. ഒരുപക്ഷെ ആദ്യമായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന ലക്ഷണങ്ങളിലൊന്നും ഒരു പക്ഷേ മുടികൊഴിച്ചിലാണ് എന്ന് തോന്നുന്നു. പലരും ഇതും കൊണ്ടായിരിക്കും വരുന്നത്, അപ്പോഴായിരിക്കും തൈറോയിഡ് ഉണ്ട് എന്ന് കണ്ടെത്തുന്നത്. മുടികൊഴിച്ചിൽ വളരെ മാർക്കഡായിട്ട്, പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡിസത്തിലുണ്ടാവുന്നത് നമ്മുടെ ഈ മുടിയുടെ ഹെയർ ലൈൻ എന്ന് പറയും. അതായത് മുമ്പിലത്തെ ഭാഗം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെയർ ലൈൻ കയറി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ അത് കയറുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്ത്രീകളിൽ പൊതുവെ ആർത്തവസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം വെയിറ്റൊക്കെ കൂടുന്നതോടുകൂടി PCOD പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആർത്തവം ചില സമയത്ത് ഇറഗുലറായിട്ട് വരിക എന്ന് മാത്രമല്ല, വരുന്ന സമയത്ത് ചിലപ്പോൾ ഫ്ലോ കൂടുതലായിരിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒബിസിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഒബേസ് ആയവരിൽ തന്നെ തൈറോയ്ഡ് പ്രവർത്തനത്തെ ഒബേസ് ആവുന്നതുകൊണ്ട് തന്നെ തൈറോയ്ഡ് പ്രവർത്തനത്തെ വളരെയേറെ ബാധിക്കാറുണ്ട്. അതിന് കാരണം ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ജീവിതശൈലിയിൽ നമ്മൾ കഫമേധോവർദ്ധനങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെയുള്ള ജീവിതശൈലിയും ശീലിക്കുന്നവരിലാണ് ഒരുപക്ഷെ ഇത്തരം ഒബിസിറ്റി എന്ന് പറയുന്നത് സെറ്റിൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏതാണ്ട് 5-ൽ ഒരാൾക്ക് ഹൈപ്പോതൈറോയിഡ് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ അത് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആകാം, അല്ലെങ്കിൽ സാധാരണയായി ഉണ്ടാകാവുന്ന ഫ്രാങ്കായിട്ടുള്ള ഹൈപ്പോതൈറോയിഡിസം ആകാം. ഏതായാലും ഹൈപ്പോതൈറോയിഡിസം എന്നതിനെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നേരത്തെ കണ്ടെത്തിയാൽ നേരത്തെ ചികിത്സിക്കാവുന്നതാണ്. പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഹൈപ്പോതൈറോയിഡിസം ഹൈപ്പോതൈറോയിഡാണ്, ഞാനതിന് മരുന്ന് കഴിക്കുന്നുണ്ട്, അത് ചിലപ്പം നോർമലാവും, ചിലപ്പം നോർമലാവത്തില്ല. ചില സമയത്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ TSHന്റെ അളവ് കൂടിയിരിക്കുന്ന കാണാം, ചിലപ്പം അത് കുറഞ്ഞിരിക്കുന്ന കാണാം. അപ്പം ഗുളികയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യും ഡോക്ടറെ കാണുമ്പോൾ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോതൈറോയിഡിസത്തിന് മരുന്ന് കഴിക്കുന്നവരൊന്നും മരുന്നല്ല കഴിക്കുന്നത് ഇപ്പോഴെന്നുള്ളതാണ്. അത് പറയുമ്പം ഒരുപക്ഷെ പല ഡോക്ടർമാരും ശങ്കിച്ചേക്കാം. ഈ ഹൈപ്പോതൈറോയിഡിസത്തിനുള്ള മരുന്ന് അതൊരു സപ്ലിമെന്റ് മാത്രമാണ്. ഞാൻ നേരത്തെ പറയണ്ടായി, T3 എന്ന് പറഞ്ഞ ഹോർമോണിന്റെ അളവ്, T3യുടെയും T4ന്റെയും രക്തത്തിലുള്ള അളവ് കുറയുകയും അതുകൊണ്ട് TSHന്റെ അളവ് കൂടുകയുമാണ്. ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇത് രക്തത്തിൽ അളവ് കുറയുമ്പോൾ തലച്ചോറ് തിരിച്ചറിയുകയും അത് അവിടുന്ന് TSHനെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. T3യുടെയും T4ന്റെയും അളവ് കുറഞ്ഞതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ കഴിക്കുന്ന പലരും ഉപയോഗിക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് തൈറോക്സിനാണ്. തൈറോക്സിൻ എന്ന് പറയുന്നത് T4 എന്ന് പറഞ്ഞ ഹോർമോണാണ്. അത് ആ T4 എന്ന് പറഞ്ഞ ഹോർമോൺ നമ്മുടെ ശരീരത്തിലെത്തി T3 ആയി മാറുകയും അത് അങ്ങനെ പ്രവർത്തനത്തെ എടുക്കുകയും ചെയ്യും. ശരിക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണത്, അല്ലെന്നില്ല, സംശയമൊന്നുമില്ല. അതുകൊണ്ട് പലരുടെയും തൈറോയ്ഡ് സിംറ്റംസിനെ നമുക്ക് ഭയങ്കരമായി കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അണ്ടർലൈനിങ് ആയിട്ട് തൈറോയിഡിൻ്റെ വിഷയം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാകാതെ നമ്മളതിനെ
സപ്ലിമെന്റേഷൻ കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പലരും അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ, അതായത് സിംറ്റം പൂർണ്ണമായി മാറുന്നില്ല, നമുക്ക് വണ്ണം വെക്കുന്നു, വണ്ണം കൂടുന്നത് മാത്രമല്ല രാവിലെ വണ്ണം കുറഞ്ഞിരിക്കും, വൈകുന്നേരം വണ്ണം കൂടുന്നു, നമുക്ക് തണുപ്പ് അല്ലെങ്കിൽ ചൂട് പൊതുവെ സഹിക്കുന്നതിന് തണുപ്പ് തീരെ സഹിക്കുന്നതിന് പറ്റാതെ വരിക, ഒപ്പം തന്നെ ഭയങ്കരമായി വിയർക്കുന്ന ഒരവസ്ഥയുണ്ടാവുക, ശരീരം ഭയങ്കര കുഴച്ചിലുണ്ടാവും. ഇതിനൊക്കെ അപ്പുറത്ത് മാനസികമായി ഒത്തിരി പേരും ഡിപ്രഷൻ അനുഭവിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആങ്സൈറ്റി അനുഭവിക്കുന്നവരാണ് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉള്ളവർ. അപ്പോൾ ഇവരുടെയൊന്നും ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ മാനസികമായും ശാരീരികം ഉണ്ടാവുന്ന ലക്ഷണങ്ങളെ ഒരു പരിധിവരെ മാറ്റുമെങ്കിലും കുറെ പേർക്കും ഇത് മാറുന്നതായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ സപ്ലിമെന്റേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ സപ്ലിമെന്റേഷൻ കൊണ്ട് മാത്രം തൈറോയിഡിനെ ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ തൈറോയിഡിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ പിന്നീട് മറ്റു പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. ഏറ്റവും പ്രധാനമായി ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആ ഓട്ടോ ഇമ്മ്യൂണിറ്റിയെ നമ്മൾ കറക്റ്റ് ചെയ്യാതെ ഈ സപ്ലിമെന്റേഷൻ മാത്രം ഉപയോഗിക്കുന്നത് പിന്നീട് പല ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായും പിന്നീട് ഭാവിയിൽ നയിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായി തൈറോയിഡിന്റെ കാരണം എന്താണ്, ആ കാരണത്തിലേക്ക് എത്തുകയും അതിനെ ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തൈറോയിഡ് ചികിത്സയിൽ സ്വീകരിക്കാവുന്ന ഒരു നല്ല നയമെന്ന് തോന്നുന്നു. തീർച്ചയായും സപ്ലിമെന്റേഷന് ഗുണമില്ലെന്നല്ല, സപ്ലിമെന്റേഷൻ വളരെ പ്രയോജനകരമാണ്. ഒപ്പം തന്നെ വളരെ കൂടിയ അവസ്ഥകളിൽ ഒരുപക്ഷെ തൈറോയിഡ് TSHന്റെ അളവൊക്കെ 100-നും 150-നും ഒക്കെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ സപ്ലിമെന്റേഷനും ഒക്കെ വളരെ അത്യാവശ്യമാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ഒപ്പം തന്നെ ആയുർവേദ ചികിത്സ ഇതിനോടൊപ്പം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റിയും കറക്റ്റ് ചെയ്യാൻ സാധിക്കും. തൈറോയിഡിലേക്ക് നയിക്കുന്ന ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള കഫമേധോവർദ്ധനങ്ങളായിട്ടുള്ള ആഹാരവും ജീവിതശൈലിയും ഒക്കെ നിയന്ത്രിക്കുന്നതിലൂടെ, കൃത്യമായ രീതിയിൽ വ്യായാമം ചെയ്യുന്നതിലൂടെ, ആവശ്യമായ തരത്തിൽ വെള്ളം കുടിക്കുന്നതിലൂടെ ഒക്കെ തൈറോയിഡിന്റെ പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തൈറോയിഡ് ഉള്ള ആൾക്കാരിൽ തന്നെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതിന് നമുക്ക് സാധിക്കും. ഇതിന് ആയുർവേദീയമായ കൃത്യമായ വഴികളുണ്ട്. ആ വഴികളിലൂടെ സഞ്ചരിക്കലാണ് ശരിക്കും തൈറോയിഡ് പ്രശ്നങ്ങളെ നേരിടുന്നതിന് ഏറ്റവും നല്ല മാർഗം. ശ്രീരുദ്ര തൈറോയിഡ് ചികിത്സയിൽ വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ശ്രീരുദ്രയിലേക്ക് വരാം, നിങ്ങളുടെ തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താം. നന്ദി.